ഇപ്പോൾ മമ്മി ഇവിടെ കപ്പ വൈകിട്ട് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി കപ്പ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. കപ്പ വറുക്കാൻ വേണ്ടി നീളത്തിൽ അരിഞ്ഞാൽ വറുക്കണേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ മമ്മി അരിഞ്ഞ് വറുത്ത് തരാൻ വേണ്ടി അരിയുക. ഇതിങ്ങനെ വെട്ടിയിട്ടിട്ട് ഇതിൻ്റെ തോല് ഒക്കെ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്ര കപ്പയാണ്? 2 കപ്പയല്ലേ എടുത്തേക്കുന്നത്? കാരണം ഞങ്ങളിപ്പം പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് മമ്മി ഇപ്പം 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇപ്പം നല്ല കാര്യമായിട്ട് കപ്പ വെട്ടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് കപ്പയും ചെണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് ഗ്യാപ്പ് വന്നപ്പോൾ കപ്പ എടുത്ത് വെച്ചിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നേ ഇരുന്നോളൂ അല്ലേ അമ്മി? കവറിലാക്കി വെക്കണമെന്ന് മാത്രം, പ്ലാസ്റ്റിക് കവർ. അപ്പോൾ മൂട് വെട്ടിയ കപ്പ മേടിക്കല്ലേ, അത്യാവശ്യം ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ വെട്ടാതെ കിട്ടുമല്ലോ ഒരെണ്ണമായിട്ടൊക്കെ. ആ രീതിയിൽ തന്നെ വാങ്ങിയിട്ട്, അപ്പോൾ ആ രീതിയിലുള്ളത് വാങ്ങി അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ചു വെച്ചിരുന്ന മൂടോടെ വെട്ടിയ കപ്പ നമുക്ക് മൂട് പോകാതെ ഉള്ളത് കിട്ടും. അത് മേടിച്ചുകൊണ്ട് വരണം. ഇതിൻ്റെ ഇപ്പം പൊളിച്ചിട്ടിട്ട് കഴുകണം. ചെളിയാണ്, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈയൊക്കെ നല്ലോണം കഴുകി മണ്ണില്ലാതെ എടുത്ത് വൃത്തിയുള്ള പാത്രത്തിലോട്ട് അരിയണം. പിന്നെ ഞങ്ങളൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് കപ്പ കൃഷി ഉണ്ട് വീടുകളിലൊക്കെ. അപ്പം ഞങ്ങളൊക്കെ ഇത് കൊണ്ടുവന്ന് പൊളിച്ച് ഇതുപോലെ ഇട്ടിട്ട് ഈ വറ്റലിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് കുടിഞ്ഞ് ഉണക്കും. കാരണം ഒരു വെള്ളം വാട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ടിട്ടേ വാട്ടിക്കളയും, തിളപ്പിച്ചൊന്ന് വാട്ടി ആദ്യത്തെ ഇങ്ങനെ പത വരുമ്പോൾ അങ്ങ് വാട്ടി കളഞ്ഞിട്ട് ഇത് കോരി നമ്മളൊരു ഭയങ്കര കൊട്ടയാണ്, അരി പിഴുത്തുള്ള ഭയങ്കര കൊട്ട ഇത് വെച്ച് പണിയത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ മുള വെച്ച് പണിഞ്ഞ കൊട്ട. ഈ മുളകൊക്കെ ആണല്ലോ അന്ന്. അതിനകത്തോട്ടങ്ങ് ചരുവും വെച്ച് ഇത് കോരി അതിലോട്ടങ്ങ് ഇടും. അത് അതിനകത്ത് കിടന്ന് വെള്ളം തോന്നിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേനും ഇത് എല്ലാവരും ഇരുന്ന് അരിയും. എല്ലാം ഒരേ നീളമായിരിക്കും വെട്ടിയിരുന്ന കപ്പയ്ക്ക്. ഇത് അരിഞ്ഞ് വെക്കുന്നതനുസരിച്ച് വെയിലത്ത് നല്ല പനമ്പായൊക്കെ പനയുടെ പായല്ല, ഈ മുള വെച്ച് മുള കീറിയിട്ട് തഴപ്പാണ് ഈ നമ്മൾ നെല്ലൊക്കെ ഉണക്കുന്നത്. മരിച്ചീനി ഉണക്കാനും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോഴും കിട്ടും കടയിൽ, വാങ്ങിക്കാൻ കിട്ടും. അന്നേരം അവിടെ ചെന്ന് അത് മേടിച്ചോണ്ട് വന്നിട്ട് ആ പാ ഒന്ന് നീട്ടിട്ടിട്ട് അതിനകത്തോട്ട് വന്നിട്ട് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ആ പാ എളുപ്പം. അതിനകത്ത് ചൂട് പെട്ടെന്ന് പിടിക്കും. വെള്ളം ഉണ്ടെങ്കിൽ അത് ഓർന്നു പോകും. അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇല്ല മുളകൊക്കെ ഉണ്ട്, തമിഴ്നാട്ടുകാർ വന്ന് മുള കീറി അതിന്റെ പായാണ് മേടിക്കുന്നത്. അതെല്ലാം നെല്ലൊക്കെ ഉണക്കുന്നത്. പണ്ട് അങ്ങനെ എന്നിട്ട് കപ്പ വറുക്കുവോ? അതിന്റെ കപ്പ നല്ലോണം അങ്ങ് ഉണങ്ങണം. നമ്മൾ അടമാങ്ങ ഉണങ്ങുന്ന നല്ല പോലെ പിരിവിരാന്ന് സൗണ്ട് കേൾക്കണം. അങ്ങനെ അങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് വാരി എല്ലാവരും അങ്ങ് വെച്ചേക്കും. ഓണം വരുമ്പോഴും അല്ലാതെ ഒക്കെ വീടുകളിൽ മഴക്കാലത്ത് കാപ്പിയൊക്കെ ഇട്ട് തേയിലവെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് വറുത്ത് എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കും. അല്ല, അത് മറ്റേ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ പുഴുങ്ങിയതിലാണ് തേങ്ങ ഇടുന്നത്. അത് ഈ ഉണക്കച്ചീനി, പുഴുക്കൻ്റെ ഉണക്കച്ചീനി നല്ലോണം ഈ തോട് മാത്രമേ കളയത്തുള്ളൂ. ഈ മേളത്തെ ഈ തോട് കളഞ്ഞിട്ട് നമ്മൾ വലിയ പാട്ട് ഇങ്ങനെ വെട്ടി കണ്ടമായിട്ട് ഇങ്ങനെ ഇടും. ഇട്ടിട്ട് വെയിലത്ത് ഇത് വാട്ടി ഉണക്കുന്നതുണ്ട്, വാട്ടാതെ ഉണക്കുന്നതുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടി ഉണങ്ങി കട്ട് കളഞ്ഞിട്ട് വെക്കുന്നത് ഈ കറക്കും ചീനി. ഇപ്പൊ തൽക്കാല ആവശ്യത്തിന് ഇപ്പൊ ഉണക്കി എടുക്കുന്ന പെട്ടെന്ന് എടുത്തങ്ങ് തീർക്കും. അതേസമയം വെച്ചിരുന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്ന് വാട്ടിയെ ഉണക്കി എടുക്കാം. അപ്പോഴത്തേനും അതിന്റെ കട്ടങ്ങ് പോകുമ്പോൾ കറക്കത്തില്ല ചീനി, ഒരുപാട് നാൾ ഇരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു തോട് മാത്രം ഇങ്ങനെ കളയും. എന്നിട്ട് തോടോടുകൂടി വെച്ച് ഇത് വെട്ടി വലിയ തുണ്ടമായിട്ട് വെട്ടും. വിട്ടിട്ട് വെയിലത്ത് ഇത് വാട്ടി കോരി ഇതുപോലെ കൊട്ടയെ വെച്ചിട്ട് അത് പിന്നെ വെയിലത്തിട്ട് ഉണക്കും, നല്ലോണം ഉണക്കും.
അത് നമ്മൾ വാരി വെക്കരുത്. വെയിലുള്ള സമയത്ത് മാത്രമേ അതിന് തുണിഞ്ഞിറങ്ങാവൂ. എന്ന് വെച്ചാൽ നമ്മൾ വാരി കൊട്ട വെച്ചിട്ട് പിറ്റേന്ന് ഇട്ടുകൂടാ. ചീനി ഇരുന്നങ്ങ് അവിഞ്ഞ് താറും. അതിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യും, ഇത് ഒരു രാത്രിയും പകലും മഞ്ഞും വെയിലും കൊണ്ടായി ഉണക്കുന്നത്. ടെറസിന്റെ മേളില് ഇതെല്ലാം, അല്ലെങ്കിൽ പായ്ക്കകത്ത് ഇടുന്നവരാണെങ്കിൽ അതിങ്ങനെ പായിലിട്ടേക്കും, അകത്തോട്ട് എടുത്തിട്ട് പാ വെച്ചിട്ടുണ്ട്. അത് ടെറസിലാണെങ്കിൽ ടെറസിലൊന്ന് രാത്രിയും പകലും അത് അവിടെ ഇടും. മഞ്ഞും കൊള്ളണം, വെയിലും കൊണ്ട് ഉണങ്ങും. അപ്പൊ ചീത്തയാവത്തില്ല. നല്ല പാരി വെച്ചേക്കും. നമ്മൾ അന്നേരം ഈ മഴയും അല്ലാതെ പിള്ളേരൊക്കെ നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ചയൊക്കെ ചുമ്മാതെ ഇത് കുടുങ്ങി അതിൽ വെള്ളം വെച്ചിട്ട് ഇത് അതിനകത്തിട്ട് വാട്ടി കളഞ്ഞിട്ട് ഒന്ന് കുരുങ്ങി വാരി വെച്ചിട്ട് രണ്ടാമത് വെള്ളം ഊറ്റിക്കളയുമല്ലോ. വേവുമ്പോൾ ഊറ്റുമ്പോഴത്തേന് ചെറിയ ഉള്ളിയും കാന്താരി മുളകും തേങ്ങ ചെത്തി ചെറിയ ഇതായിട്ട് ചീനി അതിനകത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ ശകല ഉപ്പും എല്ലാം കൂടെ തളിച്ചിട്ടൊന്ന് കുടയും ഈ പാത്രത്തോടെ കുടഞ്ഞിട്ടൊന്ന് ആവി ചെറിയ തീ അങ്ങോട്ട് വെച്ചിട്ട് ഇല്ല ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നതാണ്. ചെറിയ തീയിൽ ഇതിങ്ങനെ ആവി കയറ്റും. ആവി കയറ്റുമ്പോഴത്തേന് ഈ ഇതിനകത്ത് ചേർത്തേക്കുന്ന ആ എണ്ണയുടെയും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിക്കണം. എന്നിട്ട് ഈ ഉള്ളിയും കാന്താരി മുളകിൻ്റെ ആ തേങ്ങയും എല്ലാം കൂടെ അതിനകത്തോട്ട് പിടിക്കുന്ന ആ മണം അതിനകത്ത് തങ്ങി നിന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് പിടിക്കും. ഭയങ്കര മണം വരും. എന്നിട്ട് അതിനെ വാങ്ങി വെച്ച് കുടഞ്ഞ് നമ്മൾ കോരി ഇതിങ്ങനെ കഴിക്കാം കുരുങ്ങി. അങ്ങനെ അത് ഉണക്കച്ചീനി നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കച്ചീനി നമ്മൾ പിന്നെ അല്ലാതെ ഇങ്ങനെ കറി വെക്കുന്നുണ്ടല്ലോ, അത് ഇത് കണക്ക് തന്നെ. പിന്നെ തോട് കളഞ്ഞത് വാട്ടി ഉണക്കണം, അരിഞ്ഞ്. നമ്മൾ ചീനി കൂട്ടാൻ വെക്കാനായിട്ട് അരിയുമല്ലേ, അതുപോലെ അരിഞ്ഞ് വാട്ടണം. ഇച്ചിരി കൂടെ വലുതായിട്ട് അരിയണം. ഒരുപാട് വലുത് വേണ്ട, ഇത്രയും വലുത് വേണ്ട. എന്നിട്ട് അതിനെ വേണമെങ്കിൽ ഇതുപോലെ വാട്ടി ഉണക്കി കെട്ടി വെച്ചിരുന്നതിൽ ഉപ്പേരി പോലെ കിരിങ്ങും. ഇതാണ് കിരിങ്ങ്. ഉണങ്ങുമ്പോഴേ ഉണക്കച്ചീനി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പൊ അത് ഇങ്ങനെ നമ്മൾ തലേന്ന് രാത്രിയിലെടുത്ത് വെള്ളത്തിനകത്തിടണം. ഈ ഉണക്കച്ചീനി പുഴുങ്ങി തിന്നണമെങ്കിൽ തലേന്ന് രാത്രിയിലെടുത്ത് വെള്ളത്തിലിടണം, കുതിരണം. അകത്തോട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടേ വെള്ളം ചെന്ന് അത് കൊകുന്നാലേ അകത്തോട്ട് വെള്ളം കയറി വേവത്തുള്ളൂ. അതിനാ തലേന്ന് രാത്രിയിലെടുത്ത് വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് അങ്ങ് കൊവിരാൻ പറ്റും. പിറ്റേന്ന് രാവിലെ കഴുകി വാരിയെടുത്ത് അങ്ങ് വേവിക്കുക. അടക്ക വെച്ച് വെള്ളം ചൂടാകുമ്പോൾ ചീനി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പരിപാടിയുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പല രീതിയിൽ വെക്കാം. നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും പച്ചമുളകും തേങ്ങയെല്ലാം കൂടെ അരച്ച് നമ്മൾ സാധാ പച്ചച്ചീനി കറി വെക്കത്തില്ലയോ, അതുപോലെ ഇളക്കിയെടുക്കാം. പിന്നെ ഇതേ കണക്ക് വളിക്കത്തില്ല. പച്ചച്ചീനി കൂട്ടാൻ വെച്ച് പിറ്റേന്ന് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടെങ്കിൽ പിറ്റേന്ന് ഇരുന്നാലില്ല കല്ല് പോലെ അങ്ങ് ഇരിക്കും, അലുവ കഷ്ണം പോലെ അങ്ങ് ഇരിക്കും. കാരണം കട്ടൊന്നുമില്ല. വെള്ളത്തിലിട്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കോരി വീണ്ടും ഊറ്റുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമായിരുന്നു. വറ്റലിനരിയും. പിന്നെ ഈ അവല് ചീനി ഉണ്ടാകും. അവല് ചീനി ഇതുപോലെ നല്ലോണം വാട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞാട്ടെ ഇങ്ങനെ കൊത്തിയിട്ട് കുഞ്ഞു കുഞ്ഞാട്ട് അരിഞ്ഞിട്ടിട്ട് വെയിലത്തിട്ട് അങ്ങ് ഉണക്കി വരമില്ല അവലിരിക്കത്തില്ല. എന്നിട്ട് നല്ല തേങ്ങായും ശർക്കരയും കടലയുടെ പരിപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ചുക്കും ഏലക്ക എല്ലാം കൂടെ ചേർത്ത് മതി. എന്നിട്ട് തലേ രാത്രിയിൽ ഇത് കുഴച്ച് അമർത്തി അങ്ങ് വെക്കും തേങ്ങയൊക്കെ ഇട്ട്. അന്നേരം ഇതെല്ലാം പോകുന്ന രാവിലെ ആകുമ്പോൾ അവല് കുഴച്ച് തിന്നുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. പുഴുക്കൻ ചീനി ആയിരിക്കണം വാട്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഷുഗറുകാർക്കൊക്കെ ഈ ഉണക്കയാണെങ്കിൽ തിന്നാൻ ഉണക്കക്കപ്പ കഴിക്കാം. അതിനകത്ത് ഗ്ലൂക്കോസ് ഇല്ലല്ലോ. പണ്ടത്തെ ആളുകളൊക്കെ ആണ് ഈ കപ്പ ഇപ്പോഴും കഴിക്കുന്നത്. പക്ഷെ കപ്പയൊക്കെ ഒരുപാട് കപ്പ ആ വീട്ടിലെ പിള്ളേർക്കും കൊടുക്കും. പിന്നെ ഇപ്പൊ ഫാഷന് വേണ്ടിയിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കും. കപ്പയും മീൻകറിയും ഒക്കെ ചെറുതായിട്ടുള്ള ഫാഷനായിട്ട് അവർക്ക് ചോറിന്റെ കൂടെ ശകലച്ച് അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ ശകലമല്ലേ കഴിക്കത്തുള്ളൂ. അവർക്ക് ചില പിള്ളേര് കഴിക്കുന്നുമില്ല. പണ്ടുള്ളവരങ്ങനെയല്ല.
ഇത് അവരുടെ വീട്ടിൽ കിഴങ്ങൊക്കെ ആയിരുന്നു സ്നാക്സ്. കിഴങ്ങ് കാണും, പിന്നെ ചീനി കാണും. അവർക്ക് അതൊക്കെ ഇല്ലെങ്കിൽ പറ്റത്തില്ല ചോറിൻ്റെ കൂടെ. അതെ, കിഴങ്ങൊക്കെ ഒരു സ്നാക്സ് ആയിട്ട്. പശു തന്നെ ഉണ്ട്, ഒരു വീട്ടുകാർക്ക് ഒരു പശു കാണും. കാരണം അതിനെ വീട്ടിൽ എടുക്കുന്ന ഈ ചീനിത്തൊലി അതല്ലെങ്കിൽ പിന്നെ കഞ്ഞിവെള്ളം ഇതൊന്നും കളയണ്ടല്ലേ. ഒരാട് ഇതൊക്കെ കാണും. കാരണം അവരുടെ ആവശ്യത്തിന് പാലെടുക്കാം, വെളിയിൽ കൊടുക്കാം, അതിന്റെ തീറ്റിക്കുള്ള പാൽ അതിൽ കിട്ടും. പിന്നെ നാടൻ ഭക്ഷണം ആ പശുക്കൾക്ക് കൊടുക്കണേ. നാടൻ പശുക്കളല്ലേ, നമ്മളെ പോച്ചയും തോലും അതും ഇതും ഒക്കെ വെട്ടി നമ്മൾ വലിയ ചെലവില്ല നാടൻ പശുവിനെ ഒന്നും വളർത്താൻ. നമ്മക്കുള്ള ആവശ്യത്തിന് നല്ല മറ്റേ പശുവിനേക്കാളും നല്ല പശുവും പാല് കിട്ടും. നല്ല പിള്ളേർക്ക് കുറച്ച് തൈര് കൊടുക്കാം, മോര് ഉണ്ടാക്കി കൊടുക്കാം, അതിനകത്തൊന്ന് നെയ്യ് എടുക്കാം, വെണ്ണ എടുക്കാം, വീട്ടിൽ ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ പിള്ളേർക്ക് ആവശ്യമുള്ള പ്രോട്ടീനുള്ള എല്ലാ സാധനവും ഇത് കിട്ടും. പിന്നെ ഇപ്പോൾ ഉള്ളവർ ഒരു മുറി പുരയിടത്തിലൊക്കെ താമസിക്കുന്ന ഒരു ഇച്ചിരി വീട്ടിലൊക്കെ ഇത് താമസിക്കുന്നു. അപ്പോൾ അതിനെ വളർത്താനുള്ള ഇല്ല. ഇപ്പോഴും പുരയിടമുള്ളവരും തെങ്ങുള്ളവരും വയലുള്ളവരൊക്കെ കാളയും പശുവിനെയും വളർത്തും. കൃഷിക്കാരൊക്കെ ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുന്നു. അല്ലാതെ പറ്റത്തില്ല. പിന്നെ വീടിന്റെ ഒരു ഐശ്വര്യം കൂടെ ഉണ്ട് പശുവിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ. അതിന്റെ ഒരു അന്തരീക്ഷം ഒരു നല്ല ഇതായിരിക്കും. വീടൊക്കെ കാണും, മരത്തിന്റെ വീട്ടിൽ പശു നിൽക്കുന്നതും പുല്ല് തിന്നുന്നതും മുറ്റത്തൊക്കെ. ഇപ്പൊ പിന്നെ നോക്കാനൊക്കെ ആരെയും കൊണ്ടും എല്ലാരെയും കൊണ്ടും പാടല്ലേ. പശുവിനെ നോക്കാൻ പാടൊന്നുമില്ല. രാവിലെ കുളിപ്പിച്ച് നാടൻ പശുവിനെ വളർത്തുന്നത് നല്ലത്. ഇനത്തിനെ വളർത്തിക്കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങ് മരിക്കും. അതേസമയം നാടൻ പശു പക്ഷെ പാല് കുറവായിരിക്കും. നാടൻ പശുവിന് നല്ല പാലുള്ള പശുവുണ്ട്. കൊടുക്കുന്ന ആഹാരം പോലെ നമ്മള് പച്ചപ്പുല്ല് കൊടുക്കുന്ന കണക്കുള്ള ഏത് കൊടുത്താലും പാല് കിട്ടത്തില്ല. പച്ചപ്പുല്ലും കച്ചിയും കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തേങ്ങാ പുണ്ണാക്കോ മേടിക്കാൻ കിട്ടും. തേങ്ങ ആട്ടുന്ന മില്ലിൽ ചെന്നാലേ അവിടുന്ന് പുണ്ണാക്ക് ലഭ്യമായിട്ട് നല്ല പുണ്ണാക്ക് കിട്ടും. ഇപ്പോൾ ഉള്ള എല്ലാം കെമിക്കലൊക്കെ ചേർത്തല്ലേ ഈ പശുവിനൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ അകിട് വീക്കം ഭയങ്കരമായിട്ട് കിട്ടും അങ്ങനെയുള്ള. പിന്നെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിങ് ഒക്കെ ഇപ്പം വീട്ടിൽ കിട്ടുമല്ലോ പശുവിനാണെങ്കിൽ. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ച്. അങ്ങനെ നമ്മൾ കൃഷി ചെയ്താണ് ഈ ചീനിയൊക്കെ എടുക്കുന്നത്. അന്നൊരു കളയക്കാരന് 50 രൂപയാണ്. പിന്നെ അത് പയ്യെ 100 150 200 250 ഇപ്പം 1000 ആയി. അപ്പം ചീനിക്കും കൂടെ അങ്ങ് വില കൂട്ടി. ഇപ്പം പിന്നെ വയലുള്ളവർ ചീനി നടും. കൃഷി ഇവിടെ കുറവായതുകൊണ്ട് ഇപ്പം ചീനിയൊക്കെ അവനവന്റെ പിന്നെ ഒരു വീട്ടിൽ 5 സെന്റ് ഉണ്ടായാലും നമ്മൾ ഒരു 10 മൂട് കപ്പ ചെടിയുടെ കൂട്ടത്തിൽ ഒരു സൈഡിൽ അങ്ങ് വെച്ചേക്കണം. നമ്മക്കൊരു കൊതിക്ക് പിഴുത് തിന്നാവല്ലേ. ഈ വളമിട്ടതേ നമ്മള് വീട്ടിൽ നടുന്ന കപ്പയെന്ന് പറഞ്ഞാൽ വളമൊന്നും ഇടണ്ട. നട്ടിട്ട് ചാമ്പലില്ലേ, ചാമ്പലും ചാണകപ്പൊടിയില്ലേ, ഒറിജിനലായിട്ടുള്ള ചാണകം കിട്ടുന്നെങ്കിൽ വെയിലത്തിട്ടിരുന്നാൽ മതി, അത് ഉണങ്ങിക്കോളൂ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചാമ്പലും ഇതും എല്ലാം കൂടെ അതിന്റെ മൂട്ടി കൊത്തി കുളച്ചിട്ട് അതും കൂടെ ഇട്ട് പച്ചത്തോല് ഈ ഇലകളൊക്കെ ഇലയും പോച്ചയൊക്കെ ചെത്തത്തില്ലേ നമ്മള്, അതെല്ലാം കൂടെ ഒക്കെ വെട്ടി മൂടി അത് അടിക്കുന്ന സമയത്ത് മണ്ണിന്റെ അടിയിലോട്ടൊക്കെ ഇട്ട് കൊടുത്തത് ഇഷ്ടം പോലെ കപ്പ കുടിക്കും. ഇപ്പൊ അല്ലേ എല്ലാം വളം തിരക്കി നടക്കുന്നത്. അത് പെട്ടെന്ന് കളിക്കാനുള്ള വേണ്ടി വളം തിരക്കി. അതിനില്ലേ മൂട് ചീനിയൊക്കെ കനക്കാൻ വേണ്ടി ഇച്ചിരി എല്ലുപൊടി, അത് ഒത്തിരി വലുതായി കഴിയുമ്പോഴത്തേന് ഇച്ചിരി എല്ലുപൊടിയെ വെതറി കൊടുക്കും. അതൊക്കെ ചെയ്യാം ഞങ്ങള്. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ വന്നു കപ്പയ്ക്ക് കുഴപ്പം. അല്ലാതെ നമ്മള് പിന്നെ ഈ പന്നിയൊക്കെ വന്ന് തിന്നുന്നതുണ്ട്. അതൊക്കെ കാട്ടിന്റെ ഭാഗമാണ്. വീട്ടിലൊക്കെ ഒരു 10 മൂടൊക്കെ വെക്കുന്നതിന് വലിയ സീരിയല്ലെന്നോ. അതല്ലോ കൃഷിയായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. കൃഷിയായിട്ട് ചെയ്യണ്ട എല്ലാം ഓരോ മൂട്, ഒരു ഇച്ചിരി ചേമ്പ്, 2 3 മൂട് ചേമ്പ്, ഒരു 2 കാച്ചില്, ഇതൊക്കെ ചുമ്മാ നമ്മൾ കുത്തി വെച്ചാൽ മതി, അതങ്ങ് കിളിച്ചോളും കാച്ചിലൊക്കെ. ഇപ്പൊ ഇല്ല നടന്ന് കൃഷി ചെയ്യുന്നതൊക്കെ. പണ്ടെല്ലാവരും ഇങ്ങനെ അതിന്റെ മൂട്, ഇപ്പൊ ഒരു കടയിൽ നിന്ന് ഒരു കാച്ചിൽ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മൂടിന്റെ മണ്ടഭാഗം ഉണ്ടല്ലേ, അതിന്റെ കുറെ ഭാഗം കൂടെ വെച്ചങ്ങ് വെട്ടി കണ്ടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. അതൊന്ന് വാടി വരുമ്പോഴത്തേന് ഇച്ചിരി ചാണകവും ഇച്ചിരി ചാമ്പലും കൂടെ അങ്ങ് പുരട്ടും അതിന്.
പെരട്ടിയിട്ട് വെയിലത്ത് വെച്ചങ്ങ് ഉണക്കും. മനസ്സിലായോ? എന്നിട്ട് ഇത് നല്ല ഈ കൃഷി നടന്ന സമയമുണ്ടല്ലോ മകരമാസമൊക്കെ, നമുക്ക് ഇപ്പം വൃശ്ചികത്തിലാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു ചിങ്ങം കന്നിത്തിലാണ് വൃശ്ചികം. ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ ഇത് നടണം. ഒരു 6 മാസം ആകുമ്പോഴത്തേന് നമുക്ക് കിളച്ചെടുക്കാൻ പറ്റും. കാച്ചിലൊക്കെ നമ്മൾ ഇട്ടേക്കുന്ന അനുസരിച്ച് വിളഞ്ഞു വലുതാവത്തേ ഉള്ളൂ. കാച്ചിലൊക്കെ നമ്മൾ 1 കൊല്ലം ആകുമ്പോഴാണ് എടുക്കുന്നത്. ചേനയൊക്കെ നമുക്ക് ഓണം ഇപ്പം കർക്കിടകത്തിലെ ചേന പുഴുങ്ങി തിന്നാൻ ഔഷധ ഗുണമുള്ള ചേന ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. കർക്കിടകത്തിൽ അത് ഔഷധിയായിട്ട് എല്ലാവരും കാണുന്നത്. ചേന പുഴുങ്ങി തിന്നുന്നതൊക്കെ നല്ല ഇളം ചേന കിട്ടും. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒരുമാതിരി നല്ലതാണ് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ. ഷുഗറുള്ളവർക്ക് ഈ പുഴുക്കൻ ചീനിയൊന്നും ഇപ്പൊ കഴിക്കത്തില്ലല്ലേ, അതൊക്കെ ഗ്ലൂക്കോസ് ആയത് കാരണം. കൊതിക്കൊരു കഷ്ണമൊക്കെ കഴിക്കുന്ന പോലെ അല്ല, ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചേന ഈ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നതൊന്നും കഴിച്ചുകൂടാമെന്നല്ല പറച്ചില്. പഴയ ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? കാച്ചില് ഉള്ളത് അതിനകത്തുനിന്ന് എടുക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തോ ഈ ചേനയും കാച്ചിലൊക്കെ നടത്തില്ലയോ, അതിന്റെ ഇടയ്ക്ക് ഈ മുളക്, ഈ പച്ചമുളകും കാന്താരി മുളകും ഇങ്ങനെ നട്ട് ചുമ്മാ ഇട്ടേക്കും. അത് ഇതിന്റെ കോമ്പിനേഷൻ ആണല്ലോ കാന്താരി മുളക്. ഒരു സൈഡിലൊക്കെ കിളിച്ച് കഴിക്കും. പിന്നെ 2 വാഴ, ഏത്തവാഴയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഏത്തവാഴ മേടിക്കുവാണെങ്കിൽ 4 പൂവിന് ഏത്തവാഴ കൂടുതൽ വീടുകളിൽ നടന്നു. കാരണം അത് രണ്ടും നല്ല പ്രയോജനമുള്ള കാര്യമായിരുന്നു. ഏത്തവാഴ ഇപ്പൊ ചിങ്ങത്തിൽ എടുക്കണമെങ്കിൽ 1 വർഷത്തിന് മുമ്പ് പിന്നെ ഒരു ചിങ്ങത്തി ഒരു കർക്കിടകത്തിലോ എങ്ങനെ നട്ടാൽ മതി. നമുക്ക് ചിങ്ങത്തിൽ കൊല വെട്ടാം. അടുത്ത കർക്കിടകത്തിൽ നട്ട് ചിങ്ങം കന്നിത്തിലാകുമ്പോൾ മാസം വെച്ചിട്ട് 12 മാസമാണല്ലോ വാഴക്കൊല എടുക്കുന്ന സമയം. അതെടുക്കാം നമുക്ക്. അതേ കണക്ക് നമ്മൾ കണക്ക് കൂട്ടി ഇത് നടുവാണെങ്കിൽ നമുക്കിപ്പം വൃശ്ചികത്തില് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കാർത്തികയോ വൃശ്ചികത്തില് എല്ലാം പുഴുങ്ങുന്ന ഒരു അവസരമാണ്. അപ്പൊ കിഴങ്ങുകളെല്ലാം അന്ന് എടുക്കുമല്ലോ, വെള്ളം എടുക്കും. പിന്നെ ആ എടുക്കുന്ന കിഴങ്ങുകളെല്ലാം വെച്ചിട്ട് വിഷുവിനാണ് ഈ കൃഷിയുടെ ഇതാണ് മഹാവിഷ്ണു. അപ്പൊ കൃഷിയിടങ്ങളിലെല്ലാം നെല്ല് വിതച്ച് വിളക്കൊക്കെ കത്തിച്ച് വയലില് ഗണപതി ഒരുക്കും ഇതുമെല്ലാം മഹാവിഷ്ണുവിനെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ അന്ന് വിഷുവിൻ്റെ അന്ന് വിത്ത് വിതയ്ക്കും. അവിടെ കൃഷിയുടെ ഒരു തുടക്കം നല്ലൊരു ദിവസം നോക്കി തുടങ്ങുന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മളും കൃഷിയൊക്കെ വീടുകളിലൊക്കെ നടണം. നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണ് വിഷു. അങ്ങനെ പോകുന്നത്. പിന്നെ മാവ് ചക്ക ഇതെല്ലാം കാണും. മാങ്ങ ഇല്ലാത്ത വീടില്ല പണ്ട്. ഇതൊക്കെ വെക്കുന്ന അന്നത്തെ ഒരു കഷ്ടം പോലെ എല്ലാവരും ചെയ്തോണ്ട്. പിന്നെ വരിക്കച്ചക്ക കാണും, കൂഴച്ചക്ക കാണും. നമ്മുടെ വീട്ടിൽ നിന്ന് അടത്തി തന്നെ കറി വെച്ച് തിന്നാം, പഴിപ്പിച്ച് തിന്നാം. ചക്ക ഉണക്കി വെക്കാം, വെയിലത്തിട്ടേ ഉണക്കി വെക്കാം ചക്ക. എന്നിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഇച്ചിരി എടുത്ത് വെള്ളം ഒരു 5 മിനിറ്റ് വെള്ളത്തിലോട്ടിട്ട് പോകത്തെടുത്ത് അവിയലിനകത്തോ ഇട്ട് പിന്നെ വട്ടത്തെ അരിഞ്ഞുണക്കി വെക്കാം. ഈ കറി വെക്കുന്ന രൂപത്തിൽ വെക്കാം. ഇതൊക്കെ ചെയ്യും. ഞാൻ ഇഷ്ടം പോലെ ചെയ്ത് വെക്കുമായിരുന്നല്ലോ ഇതെല്ലാം ചക്ക വീട്ടിലുള്ളപ്പോൾ. പിന്നെ പലഹാരമുണ്ട്. കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ മാവോടിയും ഇതുമെല്ലാം കൂടെ ഇട്ട് ശർക്കരയും ചുക്കും ഏലക്കായും തേങ്ങായും ഇതുമെല്ലാം കൂടെ ചേർത്തിട്ട് അപ്പം പുഴുങ്ങി തിന്നുമല്ലോ വീടുകളിലെല്ലാം അത് ചെയ്യും. ഓരോ സീസൺ ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന. ഇതൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തു എടുത്തും. പിന്നെ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇത് ചെയ്യുന്നതെല്ലാം കണ്ടല്ലേ വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതികളെല്ലാം അറിയും. ഞങ്ങളിപ്പോഴും അത് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് നോക്കുമല്ലോ, നമ്മളെ പഴയ ആൾക്കാരുടെ രീതികളെല്ലാം. കാരണം അവർ ചക്ക കറി വെക്കും, തോരൻ വെക്കും, ഉണക്കിയെടുക്കും, എല്ലാം ഇതുപോലെ വെക്കും. പച്ചക്കറികളെല്ലാം അവർ മുളക് ഇതൊക്കെ നടും. വീടിൻ്റെ പുറകിൽ ഇതൊക്കെ നട്ട് വെക്കും. ഇച്ചിരി ഉള്ളെടുത്ത് ചീനി. അവരൊക്കെ കൃഷി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യണമെന്ന് തോന്നും. നമ്മളിതൊക്കെ എടുത്ത് കഴിച്ചവരായതുകൊണ്ട്. വേറെ 2 ചീനിയൊക്കെ കുഴിച്ച് വെച്ചാൽ നമുക്കൊരു 3-6 മാസം ആകുമ്പോഴത്തേന് ചീനി ഇല്ലെന്നും വിചാരിക്കും. അത് അവിടെ നിന്നങ്ങ് വളർന്നോളൂ. അത് ഗവനിക്കേണ്ട കാര്യമില്ല. പിന്നെ മൂട്ടിലൊക്കെ പോച്ച പറിച്ചൊക്കെ അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. കുറച്ച് കൈപ്പരുവാകും.
ഇനിയിപ്പോൾ ഈ കപ്പ ഈ വറുക്കുന്നതിന് നേരെ നേരെ പിച്ചാത്തി വെച്ച് തന്നെ അരിയുമല്ലേ, മറ്റേ സ്ലൈസർ വെച്ചിട്ടൊന്നും അല്ലല്ലോ അരിയും. ഞാനൊക്കെ പിച്ചാത്തി വെച്ചായിരിക്കും. മമ്മി കയ്യിൽ പിച്ചാത്തി വെച്ചാൽ നമ്മൾ ഈ സ്ലൈസറൊക്കെ ഉപയോഗിക്കും ഈസിക്ക് വേണ്ടി, പക്ഷെ മമ്മിക്ക് അതൊന്നും സെറ്റാണ്. പിള്ളേര് അതൊക്കെ വെച്ചങ്ങ് ചീങ്ങി കൊടുക്കും. അവർക്ക് അതൊക്കെയാണല്ലോ, കയ്യിലെ ബൂട്ടക്സ് ഒന്നും പോകരുത്, കൈയുടെ നിറം പോകരുത്, ഫാഷൻ ഒന്നും പോകരുത്, അടിക്ക് പറ്റരുത്. ഇതുകൊണ്ടാ അവരതൊക്കെ ഉപയോഗിച്ച് വലിയ മോഡേണായിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങളെന്ന് വെച്ചാൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വെച്ച് അതിനേക്കാളും വൃത്തിയായിട്ട് അത് അരിഞ്ഞെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ രീതിയിൽ വറുത്തൊക്കെ എടുക്കും. നമുക്കൊക്കെ പിച്ചാത്തിയാണ് വന്നത്. ഇപ്പം ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് കത്രികയൊക്കെ മേടിച്ചാണ് മീൻ മുറിക്കുന്നത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. നമുക്ക് അറപ്പോത്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വീതി കൂടിയത്. വലിയ മീനൊക്കെ അങ്ങോട്ട് വാഴയില വെട്ടി അങ്ങോട്ട് ഇടും. വാഴയില വെട്ടി അങ്ങോട്ട് നമുക്ക് ഈ തിണ്ണയൊക്കെ കാണും അവിടെ വീടിന് പുറവശം അടുക്കളയുടെ ഭാഗത്ത്, ഈ മീനും അതും ഇതും പാത്രങ്ങളും ഒക്കെ കഴുകുന്ന സ്ഥലം. അവിടോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഈ മീൻ വെട്ടുന്നതിന് വലിയ മീനൊക്കെ ഈ വാഴയില വെട്ടി അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് എടുത്ത് ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അറുത്ത് തലയും എല്ലാം അറുത്ത് മാറ്റി എല്ലാം പീസാക്കി മാറ്റി അറുത്ത് കണ്ടിച്ച് നമ്മൾ ഭയങ്കര ഉള്ളിക്കകത്തോട്ട് നല്ല ഉപ്പും പുളിയും കൂടെ പിഴിഞ്ഞ് അതേ ഒഴിച്ച വെള്ളത്തിനകത്തോട്ട് ഇതിനെ അങ്ങോട്ട് ഇടും. കണ്ടിച്ച് അങ്ങോട്ട് കഷ്ണങ്ങളാക്കി മാറ്റി അതിനകത്ത് ഇട്ടേക്കും. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ ബാക്കി വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത് നമ്മൾ ഈ കൊണ്ട് എറിയത്തൊന്നുമില്ല. വേസ്റ്റുകളെല്ലാം നമ്മൾ ഈ തെങ്ങിൻ്റെ മൂടൊക്കെ ഉണ്ടല്ലേ, തെങ്ങിൻ്റെ മൂടും വാഴയുടെ ചെവിടൊക്കെ ഉണ്ട്, അതങ്ങോട്ട് അളിച്ചിട്ട് മണ്ണളിച്ചിട്ട് അതിനകത്ത് ഇട്ടങ്ങ് മൂടി അങ്ങ് വെച്ചേക്കും. കാരണം അതിനകത്ത് എണ്ണയും ഒന്നും ഇല്ല, ഇറങ്ങി ഇരിക്കാൻ പോകും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. പാത്രങ്ങളെല്ലാം തേച്ച് മഴക്കി ഒരു ബേസണകത്തോ അല്ലെങ്കിൽ ഈ കിഴുത്തയുള്ള കൊട്ട പോലുള്ളതുണ്ട്, അതിനകത്തോട്ടാക്കി വെയിലത്തോട്ടെടുത്ത് വെച്ച് ഉണക്കി എല്ലാം അങ്ങ് എടുക്കാം, തേച്ച് മടക്കുന്ന പാത്രങ്ങൾ. പിന്നെ വീടിനകം അങ്ങനെ അടുക്കളയ്ക്കകം ഒന്നും പുകയാകത്തില്ല. ഇപ്പോൾ വെളിയിൽ വേണമെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ വലിയ അടുപ്പുകളൊക്കെ വെളിയിലൊക്കെ കൂട്ടിയ ഒരുപാട് ചോറൊക്കെ വെക്കേണ്ടുന്നവരെ വെക്കുന്ന അടുക്കളയൊന്നും വൃത്തികേടാക്കാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. അടുപ്പ് ഇടുന്നത് അടുക്കളയ്ക്കകത്തോട്ട് സാധനങ്ങൾ വേവിച്ച് കൊണ്ടുവന്ന് വെക്കത്തതേയുള്ളൂ. അന്നേരം തന്നെ മീനും കാര്യങ്ങളും എല്ലാം വെട്ടി വൃത്തിയാക്കി വാർത്തേരിയെ വെച്ച് തന്നെ അരച്ച് കറി വെച്ച് റെഡിയാക്കി വെക്കും. അവിടെ ഒന്നും വൃത്തികേടാകത്തുമില്ല. മീൻ വെട്ടുന്ന സ്ഥലങ്ങൾ വേറെ, പാത്രം കഴുകുന്ന സ്ഥലങ്ങൾ വേറെ. പണ്ട് എല്ലാം കുറച്ചുകൂടെ പുറത്തായിരുന്ന കാര്യങ്ങൾ, ഇപ്പം എല്ലാം വീടിൻ്റെ ഇപ്പം ഫ്ലാറ്റായി വീടായി ഇതൊക്കെ ആയപ്പോഴത്തേനും ഒരു മുറി അടുക്കളയിലേ കാണത്തുള്ളൂ. അതിനകത്ത് ആ അടുക്കളയ്ക്കകത്താണ് ഈ പുള്ളിക്കാരികളെല്ലാം ഇത്. അതുകൊണ്ടെന്തുവാ ഇപ്പം വേറെ മീൻ വെട്ടി വാങ്ങിക്കുന്ന ഒരു ഫാഷനല്ലേ തുടങ്ങിയിരിക്കുന്നത്. പിള്ളേർക്കൊന്നും വെട്ടാൻ അറിയത്തില്ലല്ലോ മീൻ. അപ്പോൾ ഇതെല്ലാം അവർ മീൻ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഇതാക്കി തരണമെന്ന് പറയുമ്പോൾ മീനൊന്ന് അവർ തന്നെ ക്ലീനാക്കി വെട്ടി 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 ഇഞ്ഞു കൊടുക്കും. വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വാരി വൃത്തിയാക്കി വെച്ചാൽ മതിയല്ലോ, വെട്ടേണ്ട കാര്യമില്ല. പിന്നെ അത് വേസ്റ്റ് കൊണ്ട് കളയാനും ഒക്കെ നടക്കണ്ടേ. ജോലിക്കാരൊക്കെ പിന്നെ അത് തേച്ച് വെച്ചേക്കുന്ന മീനുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് എണ്ണയിൽ അങ്ങ് ഇട്ടാൽ മതി, പൊരിച്ചിഞ്ഞെടുക്കും. പല രീതിയിലുണ്ടല്ലോ ഇപ്പം മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. പിന്നെ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിച്ച് അവരവരുടെ രീതിക്ക് അനുസരിച്ച് വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനകത്ത് എന്തൊക്കെ ചേർത്ത് മീൻ വറുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വറുത്തെടുക്കും. ചിലർക്ക് അതാ ഇഷ്ടം. ചിലർ കടയിലൊക്കെ എടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കും. അത് നല്ലോണം കഴുകണമെന്നില്ല അവർ. ചിലപ്പോൾ ഒരു വെള്ളത്തിലൊക്കെ ആയിരിക്കും ഒന്ന് കഴുകിഞ്ഞെടുക്കുന്ന മൊത്തത്തിൽ. മംഗലാപുരത്ത് ഉണക്ക മീനുണ്ടാക്കുന്നതാണ്. കഴിവതും ഉണക്ക മീനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്കിപ്പോൾ ഒരു ചൂര ഉണങ്ങിയതാ വേണ്ടുന്നത്. നമ്മളൊരു ചൂര വാങ്ങി കൊണ്ടുവന്ന് അത് തല വെച്ച് ഇങ്ങനെ അങ്ങ് അറുത്ത് മാറ്റിയിട്ട് കുടലും ഇതുമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇച്ചിരി ഉപ്പ്, പരലുപ്പ്
പരലുപ്പ് മേടിച്ച് അതിന് അതിൻ്റെ അകത്ത് പൊത്തിയെല്ലാം വെച്ചിട്ട് മേളിലൊന്ന് കഷ്ണങ്ങളാക്കി വരഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് അകവും ഉണങ്ങി പുറവും ഉണങ്ങി കഴിയുമ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കൂടെ വെയിലത്തിട്ട് അകമെല്ലാം ഉണക്കി വാരി അങ്ങ് വെച്ചിരുന്ന വൃത്തിയുള്ള ഉണക്കമീൻ കൂട്ടാം. സിമ്പിൾ, വളരെ സിമ്പിളായി പോയത്. മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് നമ്മളെ വീടുകളിൽ അങ്ങനെ ഇതൊക്കെ ഇപ്പോഴത്തെ മനുഷ്യന്മാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ അമ്മമാരൊക്കെ ചിലരൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഞാനിതിനു മുമ്പ് അങ്ങനെ നെത്തോലിയെല്ലാം കഴുകി വൃത്തിയാക്കി ഉപ്പ് വരട്ടി നല്ലോണം, ഞാൻ പിന്നെ അതിൻ്റെ തലയെല്ലാം പിച്ചി കളഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് വലയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ കൊഞ്ചൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ തോന മേടിച്ചാലേ കഴുകി വെയിലത്ത് നമ്മൾ ഒരു വെയിൽ കൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഇതിലിട്ട് അത് എറ്റിട്ട് കാക്കയൊന്നും എടുക്കാതെ അങ്ങ് വെച്ചാൽ മതി, ഉണങ്ങിക്കോളും. ടെറസിൻ്റെ വെള്ളമൊക്കെ വെയിലുണ്ടാകും, ഉണക്കി വാരി വെക്കാം. ഇനി കപ്പ അരിയുന്നേയും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേ മമ്മി എങ്ങനെ അരിയുന്നത്. ഇപ്പം ഇനി കപ്പ നന്നായിട്ട് കഴുകുന്ന പരിപാടിയാണ്. നന്നായിട്ട് കഴുകണം കപ്പ. ആദ്യത്തെ മണ്ണെല്ലാം കളഞ്ഞ് ഇനി രണ്ടാമത് ഓരോന്നും അതിനകത്തൊക്കെ പറ്റിയിരിക്കും ഇങ്ങനെ അഴുക്കെല്ലാം ഇങ്ങനെ പ്രത്യേകിച്ച് വറുക്കുന്നത് കൊണ്ടും കൂടെ അഴുക്കൊടുത്തിരിക്കും. മണ്ണിനകത്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കഴുകി ക്ലീൻ. ഈ ഒരു രീതി മുറിച്ചെടുത്തിട്ട് ആണ് അത് അരിയാൻ എളുപ്പം. അപ്പം ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണം എല്ലാവരും. ഓരോ ഷേപ്പ് അനുസരിച്ച് ടേസ്റ്റിനും വ്യത്യാസമുണ്ടല്ലേ അരിയുന്നത്. വട്ടത്തെ അരിഞ്ഞ കപ്പയ്ക്ക് വലിയ ടേസ്റ്റും രുചിയൊന്നും നമുക്ക് തോന്നില്ല. കപ്പയുടെ രീതിയിൽ അരിഞ്ഞ് വറുക്കണം, അപ്പോഴാണ് നമുക്ക്. അപ്പൊ ഓരോ രീതിയിൽ ഓരോ ഷേപ്പിൽ അരിയുന്നതനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ എന്തായാലും ഈസി ആയിട്ട് സ്ലൈസ് വെച്ച് വട്ടത്തിലൊക്കെ അരിഞ്ഞെടുത്താൽ അതിന് വേറൊരു ടേസ്റ്റ്, മമ്മി ഉണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റ്. അപ്പം അങ്ങനത്തെ ഒക്കെ വ്യത്യാസമുണ്ട്. എനിക്ക് വട്ടത്തെ അരിഞ്ഞ കപ്പ ഞാൻ തിന്നിട്ടുണ്ട്, എനിക്കത് ഇഷ്ടം. വറുത്ത് എനിക്ക് ഏതാണ്ട് പോലെ തോന്നുന്നു. ഉരുളം കിഴങ്ങ് വട്ടത്തെ ഇതാകുമ്പോൾ നമ്മുടെ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് കുറച്ച് നമുക്ക് ഉറപ്പുണ്ട്. മറ്റേത് ഏതോ വെളിച്ചെണ്ണയിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്നു. കൈയൊക്കെ നല്ല നീറ്റ് ആയതുകൊണ്ട് കൈ വെച്ച് ഇങ്ങനെ അരിയുന്നത് മമ്മി കാണിച്ചു തരാം എങ്ങനെയാണ് മമ്മി അരിയുന്നത്. ഓരോരുത്തർ അവരുടെ സ്റ്റൈലിലായിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതിന്റെ സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു. ഇപ്പോഴല്ലേ വട്ടത്തെ കപ്പ അരിഞ്ഞ് വറക്കുന്നത്. അത് പച്ചക്കല്ലേ അവർ അരിഞ്ഞത്. ഇപ്പം പച്ചക്ക് ഇത് ഉണക്കിയിട്ടില്ല, ഇതുപോലെ അരിഞ്ഞ് ഉണക്കി എടുത്തിട്ട് അരിഞ്ഞെടുക്കാം. രണ്ട് രീതിയിലും ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ ഈസിയായിട്ട് കുറച്ചുകൂടെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ മമ്മി ഇനി കപ്പ അരിയുന്ന പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഒരേ കണക്ക് പറഞ്ഞു. മമ്മി കുറച്ച് ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ അരിഞ്ഞ ഇങ്ങനെയൊക്കെ അങ്ങ് വരും അല്ലേ? വരത്തില്ല. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തണ്ട് അങ്ങ് എടുത്ത് കളയാം. ഈ തണ്ടിരിക്കരുത് കേട്ടോ. ഇങ്ങനെ അതിങ്ങനെ നന്നായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പം ഒരു തിന്നായിട്ടുള്ളൊരു സ്ക്വയർ കിട്ടും. ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാലേ അത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടും. മാത്രമല്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും എളുപ്പം. അതാണ് കൂടുതൽ. ഈ പച്ചക്കപ്പ വറക്കുന്നതിന് ഈ ഉണക്കാത്ത കപ്പ വറക്കുമ്പോഴത്തേന് എണ്ണ പിടിക്കും, നല്ലതായിട്ട് എണ്ണ പിടിക്കും. പക്ഷെ വറുത്തതിന് അങ്ങനല്ല. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വീതി നീളം നോക്കി വേണം കപ്പ അരിഞ്ഞെടുക്കാൻ. ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. ഈ ഒരു ഷേപ്പ്, ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്താൽ മതി. എല്ലാം അതേ കണക്ക് അരിഞ്ഞെടുക്കണം. എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുക്കണം. നീളമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നീളത്തിൽ ഇരിക്കുമ്പോഴാണ് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. നല്ല പൊങ്ങി ബോളിയുടെ കണക്കൊരു പൊങ്ങലൊക്കെ വരും, ഉണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. ഇനി ഇതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ പുരട്ടി വെക്കും. കുറച്ച് നേരം ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി വെച്ച് അത് പിടിക്കുമ്പോഴത്തേനും നമ്മൾ ചെറിയ ഉപ്പേ ചേർക്കാവും. ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര കപ്പയ്ക്ക് പെട്ടെന്ന് ഉപ്പ് ഉണ്ടാവും. ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ
ഇങ്ങനൊക്കെ ചെത്തി ഇടുന്ന എല്ലാം കൂടെ ഒരുപാടാവുമ്പോ ഇങ്ങനെ ചെത്തി ഇടുമ്പോ ഒരുപാട് കാണുമല്ലേ. അപ്പൊ അതെല്ലാം കൂടെ നമ്മളങ്ങ് കറിയിലോ കറി വെക്കുകയോ ഒക്കെ ചെയ്യും. ചുമ്മാ ഒന്ന് ഇളക്കി ഇച്ചിരി എലിശ്ശേരി പോലൊക്കെ ആക്കും. കപ്പയും കൂടി കഴിഞ്ഞെടുത്താൽ മതി. അപ്പോഴത്തേക്ക് അരിയുന്നതിൻ്റെ ഒരു ഭാഗമാണത്, വറുക്കുമ്പോഴും ആ ഒരു ഇത് വരുന്നത്. കട്ടി കൂടിപ്പോകാൻ നോക്കണം അരിയുമ്പോൾ. ഇപ്പം നമുക്കിത് ഇപ്പം സ്ലൈസറി വെച്ച് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊക്കെ അത് കുറച്ചുകൂടെ എന്താണ് ഈ കൈവഴക്കം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കൈ മുറിയാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇങ്ങനെ കഴിഞ്ഞെടുത്താൽ മതി. ഇനി ഉണക്കക്കമ്പ വറക്കുമ്പോൾ അത് പിന്നെ കിളിയില്ലാതെ തോന്നും. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തിന് കാണിക്കാം, അരിഞ്ഞ് തീർന്നിട്ട് ബാക്കി കാണിക്കാം. ഓണത്തിന് വറുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമല്ലേ, കുറെ എടുത്ത ഇതുപോലെ അരിഞ്ഞ് ഉണക്കി എടുത്ത് വെച്ചേക്ക്, എന്നിട്ട് ഓണത്തിനൊക്കെ ഉപ്പേരി പോലെ ഇതുപോലെ ആക്കിയിട്ടൊന്ന് വാട്ടി ഉണക്കുമ്പോഴേ ഒന്നുകൂടെ ടേസ്റ്റ് ഈ വറ്റലിന്. നമ്മൾ മറ്റേ വറ്റലും ഒക്കെ ഓണത്തിനിടയ്ക്ക് ഉണ്ടാക്കും കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ചുമ്മാ സദ്യക്ക് എടുക്കുന്ന രീതിയിലോ അങ്ങനെ ഒരു ഓണത്തിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒക്കെ ഇടയ്ക്ക് കുറച്ച് വിളഞ്ഞ കാ കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇപ്പോഴും ഇതൊന്നും പോസിബിൾ അല്ല, അപ്പം പിന്നെ പുറത്തുനിന്നൊക്കെയാണ് വാങ്ങൽ. ടേസ്റ്റിൽ വ്യത്യാസം കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റിയാണ്. അതിനങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ്. എണ്ണയിൽ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്, മറ്റേ ഏതെണ്ണ അവർ ഉപയോഗിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എണ്ണയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു രീതിയിൽ ഭയങ്കര തിന്ന് ഇത് ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് അറിയാം ഈ ഒരു കട്ടിയുള്ളത്, കട്ടി ഒട്ടുമില്ല. ഇപ്പം അമ്മ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ, ഏകദേശം എല്ലാം അരിഞ്ഞതിനകത്ത്. അപ്പോൾ അതേ ഇത്രയുണ്ട് നമുക്ക് ഫ്രൈ. വെള്ളം തോരാനായിട്ട് ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെള്ളമൊക്കെ അരിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കും. ഇതൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ഉണങ്ങുമ്പോഴത്തേന് വറുത്താൽ മതി. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ പിന്നെ പുരട്ടിയാൽ. അപ്പം ഇനി ഇതിനകത്തേക്ക് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചേക്കും അല്ലേ. ഇനി അതിനകത്തോട്ട് എണ്ണയിലോട്ട് ഇടാൻ പോവാം. കുറച്ചിട്ടാലേ അതൊക്കെ നല്ലോണം ആവത്തുള്ളൂ. കുറച്ചിട്ട് നിങ്ങളിപ്പോൾ എടുക്കുന്ന എണ്ണയുടെ ആ ഒരു അളവനുസരിച്ച് വേണം ഇടാൻ, എന്നാലേ അത് കറക്റ്റാവും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തേക്കുന്നുണ്ട്, മഞ്ഞ നിറമാണ് എണ്ണയിൽ വരുന്നത്. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ തീ നല്ല കുറച്ച് വെച്ചേക്കാണ്, ഇപ്പം ഇച്ചിരി കൂട്ടി വെച്ച് ഈ ഒരു ഫ്ലെയിമിലാക്കി മൂക്കനനുസരിച്ച് കാത്തു കൊടുക്കണം. കറിവേപ്പില ഇച്ചിരി താമസം വരും. നല്ല ക്രിസ്പി ആവും, പക്ഷെ ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ, രണ്ടാമത്തേക്ക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ആവും. ഇച്ചിരി വെള്ളം തോരാൻ അരിഞ്ഞ എണ്ണ ഇടാതെ കുറച്ചിങ്ങനെ ഉണങ്ങി ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ഇട്ടത്. നമ്മളിതിപ്പോൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരിടയ്ക്കൊക്കെ, പിന്നെ ഇപ്പോൾ പിള്ളേർ കോളേജൊക്കെ തുറന്ന് തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കുറവാണ്. ഏകദേശം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം, നന്നായിട്ട് അതിന് ശേഷം എടുക്കാവും. അത് ഈ ഒരു കളറായി നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം മൂത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്, അന്നേരമാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് കോരുവാണ് ഇതിനകത്ത് മൂത്തത്തി.
തീയുടെ അളവ് കൂട്ടി തീ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് വേണം കോരുന്ന സമയത്ത്. കംപ്ലീറ്റ് ഒക്കെ കോരി ഇങ്ങനെ വരുമ്പോ അത്രയും തീ ഇട്ട് കൊടുക്കരുത്. കുറച്ച് തീ. അത് കാരണം കരിഞ്ഞു പോകാനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കണ്ടോണം. അപ്പൊ ആ അത്രയും കരിയാതെ ഇങ്ങനെ അങ്ങ് ഒരു മീഡിയം ഇതിലൊന്ന് ഇങ്ങനെ കിളികിളിക്കും കേൾക്കാം നിങ്ങൾക്ക്. ഇനി ഇപ്പം രണ്ടാമത്തെ സെറ്റ് ഇടുക. ഒരുപാട് വാരി ഇട്ടാൽ മൂത്ത് വരത്തില്ല, എല്ലാം കൂടെ കിടന്ന് കുഴയും. ആദ്യം ഇടുന്നതിൻ്റെ അത്ര രണ്ടാം മുടി ഇടണ്ട. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരിത് കാണും, പിന്നെ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ആവും ഒരു പാകമൊക്കെ. എന്ന് വെച്ചാൽ എണ്ണ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ അളവ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടു കൊടുക്കണം. അപ്പോഴും അത് അകർന്ന് കിടന്നാലേ വെന്ത് മൂക്കും. എന്നാലേ നമുക്ക് ആ പാകത്തിന് കിട്ടും. തീ ഇട്ടുകൊടുക്കും. എണ്ണയും കരിയരുത്, സാധനവും കരിയരുത്. അപ്പോഴേ നമുക്ക് മൊത്തം ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പം എല്ലാം മമ്മി ഉണ്ടാക്കി എല്ലാം കോരി എടുത്ത എണ്ണയാണ് ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ ശരിയാക്കി നമുക്ക് കറിവേപ്പില ഇടത്തില്ലേ മമ്മി? കരിയപ്പലയൊന്നും ഇടത്തില്ല, ചീഞ്ഞ് വെട്ടില്ല. അപ്പം ഇതിലെ സമ്മ കിളികിലെന്ന് കേൾക്കുന്നത് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ പറയാണ്. മരച്ചീനി വറുത്തതെന്നും പറയും എല്ലാവരും. അപ്പം മമ്മി ഇന്നത്തെ വ്ളോഗ് അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വ്ളോഗ് പുതിയൊരു ഐറ്റമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. ഓക്കെ, കുത്തണം മറക്കരുത്.